ഇവിടെ നമ്മുടെ പ്രോഗ്രാം n നമ്പേഴ്സിൻ്റെ സം കാണാമെന്നുള്ളതാണ്. n എന്നുള്ളത് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ആണ്. ഇപ്പോൾ n5 ആണെങ്കിൽ 1 + 2 + 3 + 4 + 5, അപ്പോൾ ടോട്ടലി 15 എന്നുള്ള സം നമുക്ക് കിട്ടണം. അപ്പോൾ സപ്പോസ് യൂസർ ഈസ് ഇൻപുട്ടിങ് വാല്യൂ n = 5. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 2 3 4 5 ഓരോ സ്റ്റെപ്പിൽ 1 മുതൽ 5 വരെയുള്ള വാല്യൂസ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ i എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യുക. പിന്നെ ഓരോ തവണയും സം നമ്മൾ കാണണം. ഇനീഷ്യലി സം 0 ആയിരിക്കും. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഓരോ നമ്പർ ജനറേറ്റ് ചെയ്തതിന് ശേഷം ഓൾറെഡി ഉള്ള സമ്മിൻ്റെ കൂടെ പുതിയ നമ്പർ ആഡ് ചെയ്ത് പുതിയ സം നമ്മൾ ജനറേറ്റ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇനീഷ്യലി സം 0, iൻ്റെ വാല്യൂ 1. സോ ന്യൂ സം വിൽ ബി 1 + 0 = 1. സോ പിന്നെ വരുന്നത് അടുത്ത സം, പുതിയ സം എന്ന് പറയുന്നത് നേരത്തെ പഴയ സം. ഇപ്പോൾ ഉള്ള സമ്മിൻ്റെ വാല്യൂ 1 ആണ്. ആ 1ൻ്റെ കൂടി നേരത്തെ iൻ്റെ വാല്യൂ 1 ആണെന്ന് 2 ആകുക. അടുത്ത സ്റ്റെപ്പിൽ 2 + 1 പുതിയ സം വിൽ ബി 3. ദെൻ iൻ്റെ വാല്യൂ ഒന്നുകൂടി 3 ആകുന്നു. നേരത്തെ ഒന്നുകൂടി 2 ആകുന്നു. iൻ്റെ വാല്യൂ ഒന്നുകൂടി 2ൽ നിന്ന് 3 ആകുന്നു. ഇപ്പോഴുള്ള സം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ പുതിയ 3 + 3 6 എന്ന് കിട്ടും. അങ്ങനെയാണ് ഓരോ സ്റ്റെപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് പോകും. സമ്മിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ് ഇവിടെ. ഇനി നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും? സം 6 വിൽ ബി ആഡഡ് വിത്ത് 4. 3ൻ്റെ വാല്യൂ 4ലേക്ക് 1 സ്റ്റെപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്തു. പഴയ സമ്മിൻ്റെ കൂടെ iൻ്റെ വാല്യൂ ആഡ് ചെയ്ത് നമ്മൾ പുതിയ സം കിട്ടി 10. സോ നെക്സ്റ്റ് iൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് 5 ആയി. പഴയ സം 10. പുതിയ സം വിൽ ബി 5 + 10 15. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ ആദ്യം ഇനി സം ഓഫ് n നമ്പേഴ്സിന് പ്രോഗ്രാം എഴുതുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ ടർബോ C++ IDE ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഇവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ടർബോ C++ ആണ്. ടർബോ C++ കമ്പൈലറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ടർബോ C++ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ഫയലിൽ ന്യൂ സെലക്ട് ചെയ്യാം. പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ ഫയൽ നെയിം ബൈ ഡിഫോൾട്ട് നോ നെയിം 0.cpp ആണ്. നമ്മൾ 2 നമ്പർ ആഡ് ചെയ്യേണ്ട പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫയൽ റീനെയിം ചെയ്യുക. സേവ് കൊടുക്കുക. അവിടെ നോ നെയിം .cpp പകരം n നമ്പേഴ്സിൻ്റെ സമ്മാണ് നമ്മൾ കാണാൻ പോകുന്നു. അപ്പോൾ ഒരു സാമ്യം വരുന്ന ഒരു പേര് കൊടുക്കുക. ഇതുപോലെ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ പേര് കൊടുക്കുക. സ്റ്റാർട്ട് ടൈപ്പിംഗ് പ്രോഗ്രാം, സ്റ്റാർട്ട് കോഡിംഗ്. ഫസ്റ്റ് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻക്ലൂഡ് iostream.h C മുതലായ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം നമ്മൾ യൂസ് ചെയ്യും. ഇൻക്ലൂഡ് iostream.h ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിനുശേഷം ഇൻക്ലൂഡ് conio.h header file includes implementation for getch, clr, scr. getch-ഉം clr, scr തുടങ്ങിയ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിൻ്റെ ഡെഫിനേഷനാണ് conio.hലുള്ളത്. നമുക്ക് കോഡിംഗ് കൊടുക്കാം. our program, every program will start with the main function. every C++ program will start from main function തുടങ്ങിയാണ് എല്ലാ പ്രോഗ്രാം. നമ്മൾ എഴുതേണ്ട കോഡ് എല്ലാം ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കണം. സം ഓഫ് n നമ്പേഴ്സ് ആണ് കാണുന്ന പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. n നമ്പേഴ്സിൻ്റെ സം കാണണമെങ്കിൽ നേരത്തെ കണ്ടതുപോലെ
ഇൻപുട്ട് ചെയ്യേണ്ട വാല്യൂ n എന്നുള്ളതാണ് യൂസർ ഇൻപുട്ട് ചെയ്യേണ്ട വാല്യൂ. ഇപ്പോൾ n 5 ആണെങ്കിൽ 1 + 2 + 3 + 4 + 5 അതിൻ്റെ സമ്മ് കണ്ട് ഔട്ട്പുട്ട് 15 ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പം നമുക്ക് വേണ്ട ഇനീഷ്യലി നമുക്ക് വേണ്ട വേരിയബിൾസ് i എന്നുള്ളതാണ് നേരത്തെ കണ്ടു. പിന്നെ നമ്മുടെ സം സ്റ്റോർ ചെയ്യാൻ സം എന്നുള്ള വേരിയബിൾ വേണം. സമ്മിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമ്മൾ 0 ആയിട്ട് ഇനീഷ്യൽ ചെയ്തു. ഇനീഷ്യലി സമ്മിന് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ റിപ്പീറ്റഡായി അതിൻ്റെ വാല്യൂ ഒന്ന് വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. സമ്മിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂയോടുകൂടി പഴയ സമ്മിൻ്റെ വാല്യൂ പുതിയ ഐയുടെ വാല്യൂയോടുകൂടി ആഡ് ചെയ്ത് സം റിപ്പീറ്റഡ്ലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ യൂസറിന് എടുക്കുന്ന ഇൻപുട്ട് വേണം എന്നിൻ്റെ വാല്യൂ. നമ്പേഴ്സ് എത്ര നമ്പറിൻ്റെ സമ്മ് കാണും, അതായത് വാല്യൂ ഫോർ n യു ഹാവ് ടു ടേക്ക് ഫ്രം ദ യൂസറിൻ്റെ എടുക്കുന്ന എൻ്റെ വാല്യൂ ഇൻപുട്ടായി എത്ര നമ്പറിൻ്റെ സമ്മ് കാണണം എന്നുള്ളത് നമ്മൾ ഇൻപുട്ടായി സ്വീകരിക്കും. ഇപ്പം n ഷുഡ് ബി ഡിക്ലെയർഡ് അല്ലേ. n എന്ന് അത് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഐഡൻറ്റിഫയർ നെയിം C++ലെ ഐഡൻറ്റിഫയറിനെ നെയിം ചെയ്യാനുള്ള ക്രൈറ്റീരിയ പാലിച്ചുകൊണ്ട് ഒരു ഐഡൻറ്റിഫയർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ ഞാൻ n എന്നാണ് കൊടുക്കുന്നത്. that should be received from the user. Next, ഇങ്ങനെയാണ് മെയിൻ സ്റ്റെപ്പ്. റിപ്പീറ്റഡ്ലി we have to add അതിൻ്റെ വാല്യൂ 1 to n. നമ്മൾ വൺ സ്റ്റെപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഒന്ന് മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകൾ നമ്മൾ ഈ ലൂപ്പിൽ ജനറേറ്റ് ചെയ്യും. ഓരോ സ്റ്റെപ്പിലും സമ്മിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. സമ്മിൻ്റെ വാല്യൂ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത്? സം ഈക്വൽ ടു സം പ്ലസ് i. പുതിയ പഴയ സമ്മിൻ്റെ വാല്യൂ മോഡിഫൈ ചെയ്യുന്ന ഓരോ തവണയും പ്രസൻറ്റ് ഐൻ്റെ വാല്യൂ വെച്ചിട്ട്. അത് ഇനീഷ്യലി ഐൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്നിനേക്കാളും ചെറുതോ തുല്യമോ ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സമ്മിൻ്റെ പഴയ വാല്യൂയോടുകൂടി ഐൻ്റെ വാല്യൂ ആഡ് ചെയ്യും. ഇനീഷ്യലി i1 സം 0. സോ ഫസ്റ്റ് ടൈം സം വിൽ ബി 1. Again I will be incremented to 2. Condition checking. Next condition will be checked whether I is less than or equal to n. Suppose n is given as 5, then this condition become true. Again body of the loop will be executed. Sum in the value at the step 2 plus 1 3 ആകും. Again I will be incremented by 1. I in the value 3 ആകും. Condition check ചെയ്യും. Condition true ആണ്. 3 plus 3 6 ആകും സമ്മിൻ്റെ വാല്യൂ. അതിൻ്റെ വാല്യൂ 4 ആകും. കണ്ടീഷൻ ട്രൂ ആണ്. 6 plus 4 will be stored in sum. അപ്പോൾ സമ്മിൻ്റെ വാല്യൂ 10 ആകും. പിന്നെ അതിൻ്റെ വാല്യൂ 5 ആകും. കണ്ടീഷൻ ട്രൂ ആണ്. സമ്മിൻ്റെ ഇപ്പോൾ ഉള്ള 10 എന്നുള്ള വാല്യൂയോട് കൂടി 5 എന്നുള്ള വാല്യൂ, അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 5 കൂടെ ആഡ് ചെയ്ത് സം 15 ആകും. നെക്സ്റ്റ് ഐ ഇൻക്രിമെൻറ്റഡ് ടു 6, കണ്ടീഷൻ ഫോൾസ് ആയി. സോ വി ആർ എക്സിറ്റിംഗ് ഫ്രം ദ ലൂപ്പിൻ്റെ കൂടെയും നമ്മൾ പുറത്ത് കിടക്കുന്നു. നമ്മുടെ ഉത്തരം സമ്മിൽ സ്റ്റോർ ചെയ്ത ഉത്തരം പ്രിന്റ് ചെയ്തു. Let be stored in sum. Adding
some statement here. That's the our program is finished. Now let's compare. Run our list. Let's check what is there. This is a structure operation. See out in the you should note that the operator should be in correct format. Left shift operator ആണ് see out കഴിഞ്ഞിട്ട് വേണ്ടത്. Operator right shift operator തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എറർ കാണിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ ഇതാണ് ഈ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. Again we have to remember errors are zero. Now let's run the program. പെട്ടെന്ന് എക്സിറ്റ് ആയിപ്പോന്നു. അപ്പം നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഒന്ന് ഇനീഷ്യൽ ഔട്ട്പുട്ട് ഇറേസ് ചെയ്യാൻ വേണ്ടി CLR SCR എന്നുള്ള കോഡും നമ്മുടെ ഔട്ട്പുട്ട് തരുന്നവരെ പ്രോഗ്രാം അവിടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്താൽ മാത്രം സ്ക്രീൻ എക്സിറ്റ് ചെയ്ത് പോകാൻ GTCH എന്ന ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ കോണിയോടൊട്ടച്ച് അഡ്രസ് ഫയലിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Let's compare again. Run the program. Sum is 15. Yeah. Test it with another. Okay. This is the program.